ഹായ്, ഇറ്റ്സ് മീ ശരൺ. ലിവിംഗ് ബിഹൈൻഡ് ദ വീൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ ബേസ് മോഡലുമായിട്ടാണ്. എനിക്ക് 2-3 കമൻറ്റ് വന്നായിരുന്നു, ബേസ് മോഡലൊന്നും ചെയ്യുമോ, ഇപ്പോൾ ഇതിൻ്റെ വില വിവര കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് പോകാം. വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത്. LED മറ്റു കാര്യങ്ങളൊന്നുമല്ല, സാധാ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. DRLോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാര്യം ബേസ് മോഡലായതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിനൊരു ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് വേണേൽ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വല്ലതും വെക്കാവുന്നതേ ഉള്ളൂ. ഷോറൂമിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാറണ്ടി മറ്റു കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും വരത്തില്ല. 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ റോഡുകൾക്ക് വളരെ മികച്ച ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഇത്, 163 mm എന്ന്. പിന്നെ അത് കണക്ക് ഫ്രണ്ടിലോട്ട് വന്നാൽ ഗ്രില്ല്, ഇതൊരു പിയാനോ ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഗ്രില്ല് വന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. സുസുക്കിയുടെ ഒരു ബാഡ്ജ് കാണാം. അതിനുശേഷം ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ്ട് നമുക്ക് വൈപ്പർ വാഷിങ്ങിൻ്റെത് നോസിൽ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അറിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. അത് കണക്ക് നമുക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ടയർ സൈസ് വന്നിരിക്കുന്നത് 165/80R14 വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു വീൽ ബേസ് തന്നെയാണ് ഈ വണ്ടിക്ക് കിട്ടുന്നതും. അതിനുശേഷം നമുക്ക് നോക്കുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഈ ഒരു റിമ്മ്. ഇപ്പോൾ ഇതിൻ്റെ സിൽവർ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്, ബേസ് മോഡലായിട്ട്. ഇതൊരു ബ്ലാക്ക് കളറിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിരിക്കും ഇത് കാണാൻ. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഇൻഡിക്കേറ്റർ സൈഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. പക്ഷേ ഇതത്ര പോരാ. നമുക്കിത് ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ വരുമ്പോൾ ഇതിൻ്റെ മിററിലാണ് ഇത് വരുന്നത്. അത് കാണാൻ ഇച്ചിരി ഭംഗിയാണ്. ഇത് നമ്മുടെ ആൾട്ടോ കേട്ടണും മറ്റുമൊക്കെ വരുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മിററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലാണ് മിറർ വന്നിരിക്കുന്നത്. ബേസ് മോഡലായിട്ടാണ് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്, ബോഡി കളറിലല്ല മിറർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് ചെറിയൊരു തുകയ്ക്ക് നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ചെറിയൊരു തുകയാവത്തുള്ളൂ, 10,000-2,000 രൂപയാവത്തുള്ളൂ ഇതൊന്ന് മിറർ റെഡ് കളറിലോട്ട് പെയിൻറ്റ് അടിക്കുന്നതിനും മറ്റുമൊക്കെ. അതേ കണക്ക് നമുക്കിതിന് മിററിൻ്റെ ഒരു കാര്യം നോക്കിയാൽ സൈഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കട്ടെ. ഈ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഉള്ളിൽ നിന്നോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല കേട്ടോ. ഇത് നമ്മളല്ലാതെ കൈകൊണ്ട് ഇതേ കണക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളേ ഉള്ളൂ. അതാണ്ട് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ ഉള്ളൂ കേട്ടോ. ഇത് ബേസ് മോഡലായതുകൊണ്ട് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല കേട്ടോ, ഫിക്സഡ് ആണ് കേട്ടോ. ഇത് ഫിക്സഡ് ആയിട്ടുള്ള രീതിയേ ഉള്ളൂ. മറ്റേതിന് നമുക്ക് അകത്തൊരു സ്റ്റിക്കൊക്കെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു VXI തൊട്ട് എനിക്ക് തോന്നുന്നു സ്റ്റിക്കായിരിക്കും അകത്ത് വരുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. A പില്ലറും B പില്ലറും ഒന്നും പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലോ അങ്ങനെ ഒന്നും അല്ല വന്നിരിക്കുന്നത്. എല്ലാം ഒരു ബോഡി കളറിലാണ് വന്നിരിക്കുന്നത്. ഈ ഡോർ ഹാൻഡിൽ നോക്കിയാലും ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്, ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ചെറിയൊരു തുകയ്ക്ക് നമുക്ക് ഇത് പെയിൻ്റ് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതിൻ്റെ ഒരു ഡയമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നീളം വരുന്നത് ഏകദേശം 3860 mm ആണ് ഇതിൻ്റെ നീളം വരുന്നത്. വീതി വരുന്നത് ഏകദേശം 1735 mm ആണ് ഇതിൻ്റെ വീതി വരുന്നത്. ഉയരം വരുന്നത് ഏകദേശം 1520 mm ആണ് ഇതിൻ്റെ ഉയരം വരുന്നത്. വീൽ ബേസ് ഏകദേശം 2450 mm ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു 163 mm എന്ന്. നമുക്കിനി പുറകിലോട്ട് പോവാം. ടെയിൽ ലാമ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. LED-യിലാണ് ഈ ടെയിൽ ലാമ്പുകളെല്ലാം വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സ്വിഫ്റ്റിന് ഇപ്പോൾ എൻ്റെ 4ാം സ്ഥാനമാണെന്ന് തോന്നുന്നത് വിൽപ്പനയിൽ ഇന്ത്യയിൽ ഇപ്പം. പക്ഷേ ഇതിൻ്റെ വിൽപ്പന കുറയാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം 3 സിലിണ്ടറിലോട്ട് വന്നുകൊണ്ടാണ് ഇതിൻ്റെ വിൽപ്പന കുറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഞാൻ എഞ്ചിൻ ഭാഗത്തോട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാണ്ട് സെൻസർ കാണാം. എനിക്ക് തോന്നുന്നു 4 സെൻസർ വരുന്നുണ്ട്. 1, 2, 3, 4 സെൻസർ വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഡീഫോഗറിൻ്റെ ആണെന്ന് തോന്നുന്നു ലൈനുകൾ കാണുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ തുറന്ന് നോക്കാം. മാഗ്നറ്റിക് ഓപ്പണാണ് വരുന്നത് കേട്ടോ. വളരെ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് വരുന്നത്. ഏകദേശം 265 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. പാഴ്സൽ ട്രേയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. കാര്യം ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മളിത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് വെക്കണം. എനിക്ക് തോന്നുന്നു ഏകദേശം 1400 രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു പാഴ്സൽ ട്രേക്കും മറ്റും വരുന്നത്. 60/40 ആണോ അല്ല, ഇത് ബെഞ്ച് ഫോൾഡ് ആണ് കേട്ടോ. ഇതിൻ്റെ സീറ്റ് വരുന്നത് ബെഞ്ച് ഫോൾഡാണ്. കാര്യം ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പെയർ വീൽ വരുന്നത് നോക്കാം. ഏറ്റവും വലിയ കാര്യമാണ് സ്പെയർ വീൽ വരുന്നത്. ഭാഗ്യം ഇതിനകത്ത് സ്പെയർ വീൽ വരുന്നുണ്ട്. ഏകദേശം 165/80R14 സെയിം സൈസിൽ തന്നെയാണ് സ്പെയർ വീൽ വരുന്നത്. MRFൻ്റെ ടയറാണ് വണ്ടിക്ക് വരുന്നത്. പുറകിൽ പറയാൻ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല
നല്ല വെയിറ്റ് ഉണ്ട്, നല്ല അത്യാവശ്യം കൊള്ളാം, നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ. പിന്നെ ഒരു ആൻറ്റിന വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി നമുക്കിനി ഉള്ളിലോട്ട് പോകാം. പ്രത്യേകിച്ച് പറയാൻ ഫസ്റ്റ് കാണുന്നത്, ഒരു സെക്കൻഡ് താക്കോലൊന്ന് വരട്ടെ, സൗണ്ട് ആവും. ഫ്രണ്ടിലോട്ട് എന്താണ്, ബേസ് മോഡലിന് തൊട്ട് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ 4 ഡോർ ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ലോക്കിംഗ് ബട്ടണും വരുന്നുണ്ട്. പക്ഷേ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നില്ല. അതൊരു പോരായ്മയായിട്ട് തോന്നുന്നു. ഒരു സ്റ്റിക്കെങ്കിലും അകത്ത് കൊടുക്കാമായിരുന്നു കേട്ടോ. നമുക്കിതിപ്പം ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ മിറർ വരുന്നത് കേട്ടോ. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. 4 ഡോർ പവർ വിൻഡോ കൊടുത്തപ്പോൾ എന്തായാലും ഒരു സ്റ്റിക്കെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു ഇവിടെ. ഞാനൊന്നത് തുറന്ന് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ്, ആണോ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല, ഇത് ഫിക്സഡ് ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട് നമുക്ക്. അതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു സ്പേസ് തന്നെ ഉണ്ട്. അപ്പം സ്റ്റിയറിങ്ങിലോട്ട് വന്നാൽ പ്രത്യേകിച്ച് പറയാൻ സ്റ്റിയറിങ്ങിൽ ഒന്നും തന്നെ ഇല്ല. ബേസ് മോഡൽ ആൻഡ് തന്നെ ഫ്ലാറ്റ് സ്റ്റിയറിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഒരുപാട് ഇൻഫർമേഷൻ തരുന്ന തരം ഒരു നമ്മുടെ ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. നല്ല കൊള്ളാം. പണ്ട് ബേസ് മോഡലിന് ഈ ഒരു ക്ലസ്റ്റർ വരത്തില്ലായിരുന്നു കേട്ടോ. മറ്റേ സിംഗിൾ റൗണ്ട് ക്ലസ്റ്ററായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ബേസ് മോഡലിലോട്ട് ക്ലസ്റ്ററെല്ലാം ഒരു ഏകദേശം ഒരു VXIക്ക് കിട്ടുന്ന പോലെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മോട്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെതുണ്ട്. ഈ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന അറിയാമല്ലോ, ഏകദേശം 5 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ ഇതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ദാണ്ട് ഓഫ് ആവും. ഇവിടെ ഓഫ് ആവും. ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ഓഫ് ആവുന്നതാണ്. നമ്മളിത് ഓഫാക്കിയത് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ് വെക്കിയാൽ മതി, ഇത് ഓണായി തിരിച്ചു വരുന്നതായിരിക്കും. തൊട്ടടുത്തായി മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്ഥാനത്ത് പാനൽ മാത്രമാണ് ഉള്ളത്, കാരണം ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ. താഴോട്ട് വന്നാൽ മാനുവൽ AC കൺട്രോളും കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇത് വരുന്നത്. കൂടാതെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. AC പെട്ടെന്ന് കൂളാവാൻ വേണ്ടി ഒരു ബ്ലോവർ സ്വിച്ചും ഇതിൽ നൽകിയിട്ടുണ്ട്. സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. 90 ഡിഗ്രി ഒന്നും തുറക്കാനൊന്നും പറ്റത്തില്ല, വാഗനറിൻ്റെ കണക്ക് ഒരു ഇത്രയേ പറ്റത്തുള്ളൂ. ഒരു കപ്പ് ഹോൾഡറൊക്കെ ബാക്കിൽ വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഞാൻ പറഞ്ഞതാണ്. നല്ലൊരു ലെഗ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, നല്ല വെയിലാണ്, അതുകൊണ്ടാണ് വിയർത്ത് കുളിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഹെഡ് സ്പേസും വളരെ നല്ലതായിട്ടുണ്ട്. പിന്നെ റിയറിൽ AC വെൻറ്റുകളോ മറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല. ഒരു കാര്യം വിട്ടുപോയി, ഫ്യൂൽ ടാങ്കിൻ്റെ പറയാൻ. നമുക്കിനി ഫ്യൂൽ ടാങ്കിൻ്റെ ഇവിടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിനുമുമ്പ് ഞാൻ വിലയും മറ്റു കാര്യങ്ങളും പറഞ്ഞുതരാം. ഫ്യൂൽ ടാങ്കിലോട്ട് വന്നാൽ ഏകദേശം 37 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്ത് ഫ്യൂൽ അടിക്കുന്ന രീതിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ കൊളുത്തുക, ഫ്യൂൽ അടിക്കുക. അപ്പോൾ ഇത് ബോഡിയിൽ ഉരയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ നടന്ന് ഉരയത്തില്ല. അതിനാണ് കമ്പനി ഇത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടുക, ഇവിടെ വെക്കുക, അടയ്ക്കുക. അടയ്ക്കുമ്പം ഇതാ ഈ ഒരു സൗണ്ട് കൂടെ കേൾക്കണം. അപ്പം E20 അപ് ടു E20 പെട്രോളാണ് വരുന്നത്. അപ്പം 37 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത്. വണ്ടിയുടെ എൻജിൻ പേ ഒക്കെ കാണാം. എൻജിൻ സ്പെക്കൊക്കെ ഒന്ന് പറയാം. തുറക്കുക. ഇവിടാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത് കേട്ടോ. ഫ്യൂൽ ഓപ്പണിങ്ങിൻ്റെയും നമ്മുടെ ഫ്രണ്ട് എൻജിൻ മോണറ്റ് തുറക്കുന്ന ഇവിടാണ് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് വണ്ടിയുടെ എൻജിൻ മോണറ്റ് ഒന്ന് തുറക്കാം. എൻജിൻ സ്പെക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 1.2 ലിറ്റർ Z സീരീസിൽ വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഒരു 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെയാണ് ഈ വണ്ടി വരുന്നത്. ഈ വണ്ടിയുടെ ഒരു പോരായ്മയെന്ന് ഞാൻ പറയുന്നത് ഇതൊരു 3 സിലിണ്ടർ ആയെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വരും. 3 സിലിണ്ടർ എഞ്ചിന് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ മൈലേജിനും മറ്റു കാര്യങ്ങൾക്കും മറ്റുമായിട്ടാണ് ഇവർ 3 സിലിണ്ടറിലോട്ട് മാറ്റിയത്. എന്നാൽ മുന്നത്തെ വണ്ടിക്ക് മൈലേജ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പൊല്യൂഷൻ എമിഷൻ കൺട്രോളും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആയിരിക്കണം ഇത് 3 സിലിണ്ടറിലോട്ട് മാറ്റിയത്. എനിക്കിപ്പോൾ ഒരു റൂമറും കിട്ടുന്ന നമ്മുടെ ബലേനയും ഇപ്പോൾ 3 സിലിണ്ടറിലോട്ട് വരുന്നതാണ് പറയുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ. 4 സിലിണ്ടർ എഞ്ചിനാണ് എനിക്ക് പ്രത്യേകം കൂടുതൽ ഇഷ്ടമായിട്ട് എനിക്ക്. നമുക്കിനി എഞ്ചിൻ ബേ ക്ലോസ് ചെയ്യാം. ബോണറ്റ് ക്ലോസ് ചെയ്തിട്ടേ നമുക്കിതിൻ്റെ ഓണോ ഓഫറും വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ബോണറ്റ് അടയ്ക്കുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ ചുമ്മാ പ്രസ് ചെയ്താൽ
പ്രസ് ചെയ്യരുത്, അത് ഇവിടെ അതിന് ചളുക്ക് വീഴും, മാരുതിയാണ്. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റിൻ്റെ പെട്ടും വണ്ടിയുടെ എല്ലാ മോഡലിൻ്റെയും വിലയൊന്നും നമുക്കറിയാം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് സാരഥി കൊല്ലം ഷോറൂമിലാണ്. കൊല്ലം ഷോറൂമിൽ ഓഫറാണ് ഞാൻ പറയുന്നത്. സ്വിഫ്റ്റിൻ്റെ LXIക്ക് 6,97,000 രൂപയാണ് വരുന്നത്. അത് കണക്ക് സ്വിഫ്റ്റിൻ്റെ VXI മോഡലിന് 7,91,000 രൂപയാണ് വരുന്നത്. അത് കണക്ക് VXI ഓപ്ഷനിന് ഏകദേശം 8,26,000 രൂപയാണ് വരുന്നത്. അതിനകത്ത് എക്സ്ട്രാ ആക്സസറീസും മറ്റു കാര്യങ്ങളും കയറുമ്പോഴായിരിക്കണം ഇത്രയും വരുന്നത്. അതാണ് ZXIക്ക് ഏകദേശം 9,06,000 രൂപയാണ് വരുന്നത്. അതാണ് ZXI പ്ലസിന് വരുന്നത് ഏകദേശം 9,85,000 രൂപയാണ് വരുന്നത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മാനുവൽ ഗിയർ ബോക്സിൻ്റെയാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ പറയാം. VXIക്ക് ഏകദേശം വരുന്നത് 8,48,000 രൂപയാണ് VXI മോഡൽ ഓട്ടോമാറ്റിക് ഗിയറിന് വരുന്നത്. അതാണെങ്കിൽ VXI ഓപ്ഷണലിന് ഏകദേശം 8,79,417 രൂപയാണ് വരുന്നത്. ZXIക്ക് ഏകദേശം 9,59,450 രൂപയാണ് ഏകദേശം വരുന്നത്. ZXI പ്ലസിന് ഏകദേശം 10,38,000 രൂപയാണ് വരുന്നത്. ക്യാഷ് ബാഗ് ആയിട്ട് ഒരു 5,000 രൂപ ക്യാഷ് ബാഗ് ഉണ്ട്. അത് കണക്ക് എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങുന്നത് ഏകദേശം 15,000 രൂപയ്ക്കാണ് എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങുന്നത്. കോർപ്പറേറ്റിന് ഏകദേശം ഒരു 3,000 രൂപ ഓഫറുണ്ട്. അതാണെങ്കിൽ NRIക്കാർക്കും ഏകദേശം 3,000 രൂപയുടെ ഒരു ഓഫറുണ്ട്. അതാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഉറപ്പായിട്ടും 2,000 രൂപയുടെ ഒരു ഓഫും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം ക്യാഷ് ബാഗ് എല്ലാം കൂടെ ഏകദേശം 26,000 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോ കണ്ട് വരുന്നവർക്കും അതാണ് ക്യാഷ് ബാഗ്, എക്സ്ചേഞ്ച് ബെനിഫിറ്റ് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഏകദേശം ഒരു 20,000 രൂപ അടയ്ക്കാമെങ്കിൽ, ഇപ്പോൾ ഓണം ആയതുകൊണ്ടാണ് ഒരു 20,000 രൂപ അടയ്ക്കാമെങ്കിൽ നല്ല സിബിൽ സ്കോറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സുഖമായിട്ട് ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ലോൺ ഇട്ട എത്ര മാസം അടവ് വരുന്നതും മറ്റു കാര്യങ്ങളോടൊന്ന് പറഞ്ഞേക്കാം. 7 വർഷത്തേക്കാണെങ്കിൽ 11,300 രൂപയാണ് മാസം അടവ് വരുന്നത്. അതേ കണക്ക് 5 വർഷത്തേക്കാണെങ്കിൽ 14,800 രൂപയാണ് മാസം അടവ് വരുന്നത്. നമ്മൾ ഇതിപ്പം ബേസ് വേരിയൻ്റ് ഇട്ടാണ് ഞാൻ വില ഇട്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.